ഈ കഥ നടക്കുന്നത് ഒരു 15 വർഷം മുമ്പാണ്, 2011. അന്ന് നാസർ ഫാറുദ്ദീൻ എന്ന് പറഞ്ഞൊരു കുട്ടി 10ാം ക്ലാസ്സിൽ തരക്കേടില്ലാത്ത മാർക്കൊക്കെ വാങ്ങി +1 ഒരു നല്ല സ്കൂളിൽ ബയോളജി സയൻസിന് അഡ്മിഷൻ വാങ്ങുന്നു. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ വലിയ ടെൻഷനൊന്നും ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം 10ാം ക്ലാസ്സിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും ഒക്കെ നന്നായി പഠിച്ച കോൺഫിഡൻസിലാണ് ആ കുട്ടി ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോകുന്നത്. എന്നാൽ ആദ്യത്തെ ദിവസം ആദ്യത്തെ കുറച്ച് പീരീഡുകൾ കഴിയുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ബോധ്യമാവുകയാണ്, ഇത് ഞാൻ ഉദ്ദേശിച്ച ലോകമല്ല, എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെയുണ്ട്. പല ടീച്ചേഴ്സും വന്ന് അവരുടെ സബ്ജക്റ്റും ടോപ്പിക്കും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കിളി പോവെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു ആ ദിവസം മുഴുവൻ ഞാൻ ആ സ്കൂളിൽ കഴിച്ചു കൂട്ടിയത്. ഇത് 1ാമത്തെ ദിവസവും 2ാമത്തെ ദിവസവും ഒരാഴ്ച മുഴുവൻ ഇങ്ങനെ കടന്നുപോയി. ആകെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്രമേൽ കണക്റ്റ് ആവുന്നില്ല ആ കുട്ടിക്ക്. സ്വാഭാവികമായിട്ടും എന്താണ് ഇതിന്റെ കാരണം എന്ന് ആലോചിക്കുകയാണ്. ആദ്യത്തെ 1, 2, 3 മാസങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ പതിയെ മാസങ്ങളെടുത്ത് ആ കുട്ടി മനസ്സിലാക്കുകയാണ് +1 ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും ഒക്കെ ആ സബ്ജക്റ്റിന്റെ ഗ്രാവിറ്റിയിലും ഇന്റൻസിറ്റിയിലും ഒക്കെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത്. അതൊരു വലിയ പീരീഡ് ആയിരുന്നു. ഒരു 4-5 മാസം സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. ആ ട്രാൻസിഷൻ പീരീഡ് ഭയങ്കര ബുദ്ധിമുട്ടേറിയതായിരുന്നു. എന്നാൽ ഇപ്പോ ഒരു 2026 കഴിഞ്ഞ 4-5-6 വർഷമായിട്ട് ടീച്ചിങ് മേഖലയിലുള്ള ഒരാള് എന്ന രീതിയിൽ തിരിച്ചാലോചിച്ച് നോക്കുന്ന സമയത്ത് എനിക്കുള്ള വലിയൊരു തിരിച്ചറിവ്, ആ ട്രാൻസിഷൻ എളുപ്പമാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. 10ാം ക്ലാസ് പോലെ അല്ല ഉറപ്പായിട്ടും +1. കാരണം നിങ്ങൾ ഒരു സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഇന്റൻസിറ്റിയിലും ഗ്രാവിറ്റിയിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. ഇപ്പോൾ എൻ്റെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേ സാഹചര്യത്തിലൂടെ കുറച്ചധികം കാലം മുമ്പ് ഞാൻ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളോട് പറയാനുള്ള കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഈ സ്ട്രീമിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, വലിയ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ റാങ്ക് നേടണം എന്നൊക്കെ സ്വപ്നം കാണുന്ന ആളുകളാണെങ്കിൽ, നമ്മൾ ഇത്രയും കാലം ചെയ്ത പ്രിപ്പറേഷനും ഇത്രയും കാലം ഇട്ട എഫേർട്ടും ഒന്നും മതിയാവില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായി, വളരെ സിസ്റ്റമാറ്റിക്കായി നേരത്തെ ബേസ് മുതൽ പഠിച്ചു തുടങ്ങണം. ആ പ്രോസസ്സ് നിങ്ങൾ എത്രയും വേഗത്തിലാക്കുന്നോ അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ മാനസിക പ്രശ്നം എന്ത് ചെയ്യാൻ പറ്റും? തരണം ചെയ്യാൻ വേണ്ടി പറ്റും. തോറ്റു കൊടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എത്ര ദിവസവും എടുത്തോട്ടെ, ഉറപ്പായും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഗംഭീരമായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ മാത്രമാണ് ഹയർ സെക്കൻഡറി എന്ന് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. നിങ്ങളെ 10ാം ക്ലാസ്സിൽ എങ്ങനെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സൈലം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. +1 കുട്ടികൾക്ക് വേണ്ടി സൈലത്തിന്റെ എക്സ്ക്ലൂസീവ് ബാച്ചാണ് സൈലത്തിന്റെ അഗ്നി ബാച്ച്. ക്ലാസ്സുകളൊക്കെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസ് മുതൽ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇനിയും വൈകിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ കുറച്ച് ദിവസം ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ പേടിയും ടെൻഷനും ഒക്കെ പതുക്കെ മാറും. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ 2 വർഷങ്ങൾ നമുക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്. ആർക്കും മുന്നിലും ഒന്നിനു മുമ്പിലും നമ്മൾ തോറ്റു കൊടുക്കരുത്. ഹാപ്പി ലേണിംഗ് എവരിവൺ.